ഓണത്തിന് നമുക്ക് പഴയ സാരി അല്ലാന്നുണ്ടെങ്കിൽ സെറ്റ് മുണ്ടിൻ്റെ ബാക്കി ഷോളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു അടിപൊളി കുർത്തി തയ്ച്ചാലോ. അപ്പം ഞാനിപ്പോൾ ഇതൊരു ഷോളാണ് എടുത്തിരിക്കുന്നത്. നല്ല കോട്ടൺ ഷോൾ ആയതുകൊണ്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. നല്ല വീതി നീളമൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ ഷോളിൽ നല്ല വശം നമ്മൾ ഏതെങ്കിലും രീതിയിൽ മടക്കുക, കുഴപ്പമൊന്നുമില്ല. ഏത് രീതിയിലാണെങ്കിൽ കുഴപ്പമില്ല. ഇങ്ങനെ നടുവൊന്ന് മടക്കിയ ശേഷം അതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ മടക്കി കറക്റ്റാക്കി വെക്കുക കേട്ടോ. അതിനുശേഷം നല്ല വശം ഉള്ളിൽ വരത്തക്ക രീതിയിൽ നമ്മൾ മടക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല വശത്ത് ചോക്കിൻ്റെ മാർക്ക് വരത്തില്ല. ഓക്കെ, അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇതിങ്ങനെ മടക്കി ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. വെറും 5-10 മിനിറ്റും കൂടി വേണ്ട നമുക്ക് ഈ ഒരു കുർത്തി തയ്ച്ചെടുക്കാനായിട്ട്. എന്നാലും ഇപ്പോൾ ഏറ്റവും ട്രെൻഡുമാണ്, അതാണ് ഏറ്റവും വലിയ സംഭവം കേട്ടോ. ഇപ്പോൾ ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കണതാണ്. പ്രത്യേകിച്ച് നമ്മുടെ സെറ്റ് മുണ്ടിൻ്റെ ആ മേൽമുണ്ടില്ല, അതൊക്കെ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ജെൻസിൻ്റെ മുണ്ടൊക്കെ വെച്ച് ചെയ്യുന്ന ഒരു ഐഡിയ ആണ് കേട്ടോ. സെറ്റ് മുണ്ട് വെച്ച്, കേരള മുണ്ട് വെച്ചിട്ട്. അപ്പോൾ ഷോൾഡർ 7, ആം ഹോൾ 7 എടുക്കാം. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റ് ഡബിൾ എക്സലിൻ്റെ മെഷർമെൻ്റ് ആണ്. ഡബിൾ എക്സലിൻ്റെ മെഷർമെൻ്റ് ആണ്. അപ്പോൾ എക്സൽ ആണെങ്കിൽ ഇതെന്ന് വെച്ചാൽ ഇത്തിരിയൊക്കെ കുറച്ചാൽ മതി കേട്ടോ. ഇതിന് ശേഷം നമ്മൾ ആം ഹോളിൻ്റെ ആ ലൈനിൽ കൂടെ നമ്മുടെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് എടുക്കുക കേട്ടോ. തയ്യൽ തുമ്പ് എടുക്കേണ്ട ആവശ്യമില്ല. ചെസ്റ്റിന് ലൂസ് മാത്രം കൊടുത്തിട്ട് ഞാനൊരു 11 ഇഞ്ച് എടുക്കേണ്ട. തയ്യൽ തുമ്പ് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ കുർത്തിക്ക് ഇതൊരു കഫ്താൻ കുർത്തിയാണ്. ഇതൊരു കഫ്താൻ കുർത്തിയാണ്. വേസ്റ്റിൻ്റെ ലെങ്ത്ത് മേളിൽ നിന്നും 14 ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം വേസ്റ്റിൻ്റെ വണ്ണം 10 കൊടുക്കേണ്ടത്. ചെസ്റ്റ് 11 കൊടുത്തു, വേസ്റ്റ് 10 കൊടുക്കേണ്ടത്. അപ്പോൾ അതിൽ ഒന്നിനും തയ്യൽ തുമ്പ് ഇടേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി മേളിൽ നിന്നും 21 ഇഞ്ച് ഹിപ്പിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഹിപ്പിൻ്റെ വണ്ണം 12 കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വേസ്റ്റിൽ നിന്നും ചെസ്റ്റിൽ നിന്നും വേസ്റ്റിലേക്കും വേസ്റ്റിൽ നിന്നും ഹിപ്പിലേക്കും മാർക്ക് ചെയ്യുക. പക്ഷേ ഷോൾഡറും ആം ഹോളും മാർക്ക് ചെയ്യാൻ നിൽക്കരുത്, അതായത് വരയ്ക്കാൻ നിൽക്കരുത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്കിതിൽ സ്ലീവ് ഇല്ല, കട്ട് ചെയ്യാതെ തന്നെ നമുക്കിതിൽ സ്ലീവ് ഓൾറെഡി വരുന്നുണ്ട്. കഫ്താനിൽ അങ്ങനെയാണ്. ഒരുപാട് ആളുകൾ ഇടുന്നുണ്ട് കേട്ടോ. ഒരുപാട് ആളുകൾ കഫ്താൻ കുർത്തീസ് ഇടുന്നുണ്ട്. കഫ്താൻ കുർത്തിയും കഫ്താനായിട്ടും നമ്മളിതിന് മുന്നേക്ക് ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട്. 5 വർഷം 4 വർഷം എങ്ങാണ്ട് മുന്നേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ എനിക്ക് കറക്റ്റ് ഒരു ഷോൾ കിട്ടിയപ്പോൾ ഞാൻ ഓർത്തു ഇടാൻ വിചാരിച്ചിട്ടാണ് ഞാനെന്നാൽ പിന്നെ എടുത്തത്. അപ്പം നോക്കിക്കേ, ഇങ്ങനെ നമ്മൾ ചെയ്തില്ലേ. എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയോ, ഈ ഒരു ഇതിനെ നേരെ ഇങ്ങനെ മടക്കാം. അപ്പോൾ ആ ചോക്ക് വെച്ച് നമ്മുടെ മാർക്ക് ചെയ്തില്ലേ, ചെസ്റ്റിൽ നിന്നും വേസ്റ്റിലേക്കും വേസ്റ്റിൽ നിന്നും ഹിപ്പിൽ നിന്നും താഴോട്ട് ചരിച്ച് നമ്മൾ തുണിയുടെ എൻഡിലേക്ക് ചരിച്ച് മാർക്ക് ചെയ്തു അല്ലേ, തുണിയുടെ വീതിയിലേക്ക്. അപ്പോൾ ചോക്ക് വെച്ച് നമ്മൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തപ്പോൾ അത് കണ്ടോ, അതെ ഇപ്പുറത്തെ സൈഡും കൂടി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് വീണ്ടും ആ സൈഡ് ഒരു മെഷർമെൻറ്റ് എടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, അതെ ഇതുപോലെ ഇങ്ങനെ ഒന്നാക്കി കൊടുത്തു. അപ്പോൾ പിന്നെ അത് കറക്റ്റായിട്ട് നമുക്ക് അങ്ങോട്ട് കിട്ടിക്കോളുമല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഇതുപോലെ നമ്മൾ സൈഡിലേക്ക് ചരിച്ച് എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ കറക്റ്റ് സെൻറ്ററിൽ ഇങ്ങനെ ഓപ്പൺ ആക്കി നമുക്ക് കറക്റ്റ് ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ലൈൻ കൊടുക്കുക. കറക്റ്റ് നമ്മുടെ തുണിയുടെ നടുക്കൊരു ലൈൻ കൊടുക്കുക. എന്നിട്ട് ഫോൾഡ് ചെയ്ത ഭാഗത്ത് നെക്ക് മാർക്ക് ചെയ്യണം. അതിൽ ഏത് വശത്ത് വേണമെങ്കിലും മേൽവശത്ത് നെക്ക് എടുക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട് നെക്ക് എടുക്കാം, അല്ലെങ്കിൽ താഴ്വശത്ത് ബാക്ക് നെക്ക് എടുക്കാം. അത് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ കഴുത്തിൻ്റെ അകലം 2.5 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. കഴുത്തിൻ്റെ ഇറക്കം വന്നിട്ട് ഈ സൈഡ് ഞാൻ കഴുത്തിൻ്റെ ബാക്ക് നെക്ക് ഡെപ്ത്ത് 5.5 കൊടുക്കുന്നുണ്ട്. ഫ്രണ്ട് നെക്കിന് ഞാൻ 5.5 കൊടുക്കുന്നത്. ഫ്രണ്ട് നെക്കിനും ബാക്ക് നെക്കിനും ഞാൻ 5.5 കൊടുക്കുന്നത്. പക്ഷേ ബാക്ക് നെക്ക് യുവും ഫ്രണ്ട് നെക്ക് വിയും ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടത്, ഇവിടെ ഞാൻ ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇതും 5.5 കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതൊരു വി ആണ്, ഫ്രണ്ടിൽ വിയും ബാക്കിൽ യുവും. അപ്പോൾ നമുക്ക് ഇടുമ്പോഴും കൺഫ്യൂഷൻസ് വരില്ല. നല്ല നീറ്റ് നമുക്ക് പെർഫെക്റ്റായിട്ട് നമുക്ക് നല്ല ഭംഗിയിൽ നിൽക്കുകയും ചെയ്യും. കണ്ടോ, ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് തുണി നെക്ക് അടിച്ച് മറിച്ചിടാനായിട്ടൊരു തുണി എടുത്തിട്ടുണ്ട്. അതായത് ഈ നെക്കിനൊക്കെ വെച്ച് കുറച്ച് വലിയൊരു തുണി എടുക്കുക. അതൊരു 15 ഇഞ്ച് നീളവും ഒരു 9-10 ഇഞ്ച് വീതിയുള്ളൊരു തുണി എടുത്തിട്ട് നടുവേ ഒന്ന് മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അതിങ്ങനെ മടക്കിയ ശേഷം നമ്മൾ ഈ തുണി നേരെ അതിൻ്റെ അടിയിലേക്ക് മടക്കുമ്പോൾ ഇങ്ങനെ മടക്കി വെച്ച ശേഷം ഈ ഫോൾഡ് ചെയ്ത ഭാഗമാണ് നമ്മൾ കറക്റ്റ് 2 ഫോൾഡ്, അതായത് നമ്മളുടെ കുർത്തിയുടെ ഫോൾഡ് ചെയ്ത ഭാഗവും ഈ ഒരു കട്ട് പീസ് നെക്കിൻ്റെ വേണ്ടി കട്ട് പീസ് ഫോൾഡ് ചെയ്ത ഭാഗവും ഒരുമിച്ച് വെച്ചിരിക്കണം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുക. ഇപ്പോൾ നോക്കിക്കേ, നമുക്ക് നെക്കിനുള്ള പീസ് തുണി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വളരെ എളുപ്പമാണ് നമ്മുടെ കുർത്തിയുടെ, അതായത് ഈ തുണിയുടെ നല്ല വശത്തിൻ്റെ മേലെ ഈ ഒരു പീസ്, കഴുത്തിൻ്റെ പീസ് വെച്ച് കൊടുത്ത ശേഷം 4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് ഒന്ന് ചുറ്റി അടിച്ച് വരിക. ഇപ്പം ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കത്രിക വെച്ചിട്ട് തയ്യലിൽ തട്ടാതെ ചുറ്റും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇത് സ്കിപ്പ് ചെയ്യരുത്, അല്ലെങ്കിൽ നെക്കിൻ്റെ പെർഫെക്ഷൻ കിട്ടില്ല. ഇതിന് ശേഷം നമുക്കത് ഫുള്ളായിട്ട് ഇതാക്കിയ ശേഷം ഈ ഒരു തുണി പീസിനെ അതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ ആക്കിയ ശേഷം ഒന്ന് പതിച്ച് അടിച്ച് കൊടുക്കുക. അപ്പം നമ്മളത് ഇതിനെ നേരെ ഇതുണ്ട് ഫുള്ളായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം, തയ്യലിൽ തട്ടരുത്. എന്നിട്ട് നേരെ ഈ ഒരു ഭാഗത്തിനെ ഉള്ളിലോട്ടാക്കിയ ശേഷം നമ്മൾ ആ നെക്കൊന്ന് പതിച്ചടിച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മൾ
തുണിയെ നടുവേ ഒന്ന് മടക്കിയെടുക്കുക കേട്ടോ. അപ്പം നമുക്ക് കണ്ടോളൂ. അപ്പോൾ ഇത് ഞാൻ അടിച്ച് കൊണ്ടുവരാം. അടിച്ചെടുത്തിട്ട് ഇങ്ങനെ മടക്കി വെച്ചിരിക്കും. അപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത 2 ലൈനും ഇങ്ങനെ നമുക്ക് വരും കേട്ടോ, 2 സൈഡായിട്ട് വരും. അപ്പം നെക്കെല്ലാം ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ എന്താ പരിപാടി, ഈ നമ്മൾ വരച്ച ലൈനിൽ കൂടെ അങ്ങ് അടിച്ചു വിടാം, അത്രയേ ഉള്ളൂ. അപ്പോൾ സ്ലീവിൻ്റെ അടി മടക്കിയടിക്കേണ്ട ആവശ്യമില്ല, എനിക്കത് സ്ലീവിൻ്റെ ഇത് കറക്റ്റായിട്ട് വരുന്നുണ്ട് കണ്ടോ. ഇങ്ങനെ ഫുള്ളായിട്ട് നമുക്കൊന്ന് ആക്കി എടുക്കാം, അടിച്ചേച്ചും കൊണ്ടുവരാം. അപ്പം ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്, ഇത് കണ്ടല്ലോ, അടിച്ച് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ആ തയ്യൽ കാണുന്നുണ്ടോ, അപ്പോൾ ആ തയ്യൽ നമുക്ക് എടുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊന്ന് ഇട്ട് കാണിച്ചു തന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ശരിയാണോ. സൈഡിൽ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ, ബോർഡറിൻ്റെ വശം. ഇടുമ്പോൾ നിങ്ങൾക്ക് അറിയണമല്ലോ നല്ലതാണോ, അല്ലെങ്കിൽ വെറുതെ അടിച്ചെടുത്തിട്ട് കാര്യമില്ല. പ്രത്യേകിച്ച് ഇത് നോർമൽ കുർത്തി അല്ലാത്തതുകൊണ്ട്. ഇത് കണ്ടത് ഇങ്ങനെ നല്ല ഭംഗിക്ക് നിൽക്കേണ്ടത്, നല്ല കംഫർട്ടബിൾ ആണ്. നെക്കാണെങ്കിൽ ഒരു വി നെക്കും, ഫ്രണ്ടിൽ ബാക്കിൽ യു നെക്കാണ്. പിന്നെ ലെങ്ത് നമുക്ക് അടി മടക്കിയടിക്കേണ്ട ആവശ്യമില്ല, ഷോൾ ആയതുകൊണ്ട് അതിൻ്റെ അടിയിൽ ഓൾറെഡി ഒരു ടേസിൽസ് പോലെ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ അടി മടക്കിയടിക്കേണ്ട ആവശ്യമില്ല, സൈഡും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമാക്കി ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്തായാലും എല്ലാവരും ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്